ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. നാടൻ രുചിയിൽ നാടൻ ടേസ്റ്റോട് കൂടിയ നല്ല വാഴയിലയിൽ തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുക്കാത്ത റവയാണ്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണേ. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കത് 2 മിനിറ്റ് നെയ്യിലൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണേ. അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വരെ നമുക്ക് തേങ്ങ തിരകിയത് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ചെറുതായിട്ടൊന്ന് അതൊരു പൊടിയായിട്ട് കിട്ടണം കേട്ടോ. അതുവേണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ അത് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈയൊക്കെ പിടിക്കാനായിട്ട് കണക്കാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഈ ബൗളിലോട്ട് അങ്ങ് ഫുള്ളായിട്ടും തട്ടിക്കൊടുക്കാമേ. അപ്പോൾ ഞാൻ റവ ഫുള്ളായിട്ട് ആ പാത്രത്തിലോട്ടങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പഴമാണ് ആവശ്യമുള്ളത് കേട്ടോ. ഏത് പഴം വേണമെങ്കിലും എടുക്കാമേ. അപ്പോൾ ഞാൻ അത് 3 ഇതിലോട്ടങ്ങ് തൊലിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. കട്ട് ചെയ്തെടുത്ത് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പഴം 3 അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ 3 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങളൊരു 2 എടുത്താലും മതിയാവേ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വരെ ശർക്കര തിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി അത്യാവശ്യം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ശർക്കര എടുക്കാമേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ തിരകിയതുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം അതങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. പഴമെല്ലാം നല്ലോണം അതിലോട്ടങ്ങ് പിടിച്ച് നല്ല രീതിയിൽ അതൊന്ന് കുഴച്ച് ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കൊന്ന് ഉരുണ്ടകളാക്കി എടുക്കാമേ. നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് കേട്ടോ അത് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വരുന്നത്. അപ്പോഴേ നമുക്ക് ആ പഴമൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് നല്ല രീതിയിലൊന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇത് പിള്ളേർ പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എന്നാലും ശർക്കര കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരു തുള്ളി വെള്ളവും ഇതിൽ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നില്ല. ആ പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ ആ ഒരു ഈർപ്പത്തിലാണ് കേട്ടോ നമ്മളിതങ്ങ് കുഴച്ചെടുക്കേണ്ടത്. ഒരു തുള്ളി വെള്ളവും നമ്മളിതിൽ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല, ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ നല്ല നാടൻ പലഹാരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഴയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാൻ ഒരു ചെറിയ കഷ്ണം വാഴയിലെടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ റവ നമുക്ക് ഇതേപോലെ കുറച്ചെടുത്ത് ഇതേപോലെ ഒരു സൈഡിലോട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഇലയപ്പത്തിനൊക്കെ പരത്തൂലേ, അതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാമേ. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലോട്ടങ്ങ് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കിയത് ഓരോന്നായിട്ട് നമുക്ക് അതിലങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാമേ. എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് ആയതിനു ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം കേട്ടോ. അപ്പം ഞാൻ 10 മിനിറ്റിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മളിത് വേവിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ചൂടോടുകൂടി തന്നെ ഒരു ചായയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ആ ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നല്ല നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ ആ നാടൻ വാഴയിലയിലുള്ള ആ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ഈ പലഹാരത്തിനോടൊപ്പം കിട്ടും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ സിമ്പിളായിട്ട് കഴിച്ചോളും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്